നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഏപ്രിൽ മാസത്തെ പുണർദം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നത് മിഥുനക്കൂറിലാണ്. മിഥുനക്കൂറുകാർക്ക് ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ജന്മരാമോ അനേതുക്കം എന്ന് പറയുന്ന യോഗം ചെയ്ത് നിൽക്കുന്ന വ്യാഴമായത് കാരണം കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന മാസമായിരിക്കും. അതേപോലെ തന്നെ 10ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. ചൊവ്വയോടെ ചേർന്ന് അഗ്നിമാർദ്ദ യോഗം ചെയ്തിട്ടാണ്. അപ്പോൾ തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രതിസന്ധികൾ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ചില കേസുകൾ, നിയമ പ്രശ്നങ്ങൾ, പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് അനാവശ്യമായിട്ടുള്ള യാത്രകൾ, പിന്നെ കയറി ഇറങ്ങലുകൾ ഓഫീസുകളിൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേസോ കലഹങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ലഗ്നാധിപതി തന്നെ കർമ്മസ്ഥാനത്ത് നീചത്തിൽ നിൽക്കുന്നത് കാരണം ശത്രുദോഷം കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് വിജയമില്ലാതെ കണ്ട് അന്യദേശത്ത് പോകാനായിട്ട് യോഗമുണ്ട്, വിദേശത്ത് പോകാനായിട്ട് യോഗമുള്ളൊരു സമയമാണ്. പക്ഷേ അവിടെയും പ്രശ്നങ്ങളാണ്. അപ്പം വളരെ മാനസികമായ സംഘർഷത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയുള്ള സമയമായത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സർവാഭിഷ്ടസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത്. ശുക്രൻ സാധനവന്തി എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 12ാം ഭാവത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ശുക്രൻ്റെ സ്ഥിതി അനുകൂലമാണ്. വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ദൈവാധീനം ഉണ്ടെങ്കിലും ചാരവശാൽ ദൈവാധീനം കുറച്ച് കുറവാണ്. ഭാഗ്യസ്ഥാനത്ത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണമുണ്ട് ഭാഗ്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. എന്തായാലും കർമാധിപതി സാന്നിധ്യം ചെയ്തിരിക്കുന്നതാണ് തൊഴിലുണ്ടാവും. പക്ഷേ തൊഴിൽ മേഖലയിൽ കുറച്ച് സംഘർഷങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സംബന്ധമായിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. പക്ഷേ ലഗ്നാധിപതിക്ക് നീചാവസ്ഥ വന്നത് കാരണം കൊണ്ട് തന്നെ ഒരു സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാലിന് നടുമുതൽ കാൽപാദം വരെയുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, കാലുവേദന പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അതുപോലെ കഴുത്ത് വേദനയ്ക്ക് യോഗമുള്ള സമയമാണ്. ഭാതൃഗദേശ ശൗര്യം എന്ന് പറയുന്ന യോഗമുള്ളവരെ സഹായിക്കേണ്ടവരുടെ പെരുമാറ്റം, കൂടെ തന്നെ നിൽക്കുന്നവരുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നിപുണായോഗം ചെയ്ത് നിൽക്കുന്നു, നീചത്തിലാണ് ബുധൻ നിൽക്കുന്നതെന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം കൊണ്ട് നമ്മളെക്കുറിച്ച് മറ്റുള്ളവരുടെ അപ്രിയമായിട്ട് സംസാരിക്കുക, അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പ്രകോപനം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചൊവ്വയും ശനി അഗ്നിമാർദ്ദ യോഗം ചെയ്താണ് നിൽക്കുന്നത്. ചൊവ്വയുടെ മാറ്റം വരുന്നത് വരെ കർമ്മ മേഖലയിൽ കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാൻ യോഗമുണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് നിയമനം കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് 12ാം വ്യാഴം എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അത് കാരണം അയ്യപ്പ ക്ഷേത്രത്തിൽ പുണർന്ന നക്ഷത്രക്കാർ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ശിവക്ഷേത്രത്തിലും ഗണപതി ഹോമം, അതേപോലെ തന്നെ ശംഖാഭിഷേകം മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.